ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് ഇതേപോലെയുള്ള ഒരു പൗച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്കായിട്ട് 12 ഇഞ്ച് വിഡ്ത്തും 11 ഇഞ്ച് ലെന്തുമുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതേ മെഷർമെൻറ്റിൽ തന്നെയുള്ള ഒരു ക്യാൻവാസ് കൂടി എടുക്കുക. ക്യാൻവാസിൻ്റെ ഗ്ലൈസിംഗ് ഉള്ള പോർഷനിലേക്ക് ക്ലോത്തിൻ്റെ ഉൾവശം വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തു. ഇനി ഇതേ മെഷർമെൻറ്റ് തന്നെയുള്ള ഒരു ലൈനിങ് ക്ലോത്ത് കൂടി എടുക്കുക. ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല സൈഡിൽ വെക്കുക. വെച്ചതിന് ശേഷം 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. കുറച്ച് പോർഷൻസ് വിട്ടതിന് ശേഷം ബാക്കിയുള്ള പോർഷൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കായിട്ട് ഇതേപോലെ ഒരു സിബ്ബ് കൂടി ആവശ്യമുണ്ട്. സിബ്ബ് എടുത്തു വെച്ചു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോ സൈഡും ചെയ്യുമ്പോൾ നീഡിൽ കുത്തി നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പോർഷൻസ് ഒഴിവാക്കി ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയുക. 4 കോർണേഴ്സും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക, സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ. അതിനുശേഷം ഈ ഓപ്പണായിട്ട് വെച്ച പോർഷനിൽ കൂടെ ക്ലോത്ത് മറിച്ചെടുക്കുക. ഈ പോർഷൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫുള്ളും ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതും കവറായി പൊയ്ക്കോളും. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ നല്ല സൈഡിലേക്ക് സിബിൻ്റെ നല്ല സൈഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇത് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത സൈഡ് കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എക്സ്ട്രാ വരുന്ന സിബ് ഒന്ന് കട്ട് ചെയ്ത് കളയുക 2 സൈഡിലും. അതിനുശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇടുക. ഫോൾഡ് ചെയ്ത് ഇട്ടതിന് ശേഷം 1 ഇഞ്ച് വീതി നീളത്തിലും വീതിയിലും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് വരച്ചെടുക്കുക 4 സൈഡിലും. ബോക്സ് വരച്ചതിന് ശേഷം സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്ത് കളയുക.
നാല് കോർണേഴ്സും കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ ഉൾവശത്ത് ഈ ഒരു രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത കോർണേഴ്സ് ഇതേപോലെ ഒന്നും വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ 4 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. See you in the next video.